സ്കിൻ കെയർ വീഡിയോ, അതേപോലെ തന്നെ ഹെയർ കെയർ വീഡിയോ ഒക്കെ ആടിന് സംക്രാന്തിക്കൊക്കെ ഈ ഷാബി നുസു എന്തിനാണ് ഇങ്ങനെ നമുക്ക് ഹെയർ കെയർ ചെയ്യാം. ഹേർബ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഭയങ്കര ട്രെൻഡിങ് ആണ് ഇപ്പോ. എന്റെ ഫ്രണ്ട് ജീവ എനിക്ക് അതുപോലെ തല കുനിച്ച് പിടിച്ചിട്ട് 1 ലിറ്റർ എണ്ണ തേച്ചാലും മാത്രം അതും. ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞാന് കുറെ പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് എന്റെ സ്കിൻ കെയർ വീഡിയോ, അതേപോലെ തന്നെ ഹെയർ കെയർ വീഡിയോ ഒക്കെ ഒന്ന് ചെയ്യുന്നു പറഞ്ഞിട്ട്. ടു ബി ഓണസ്റ്റ്, ഞാൻ അങ്ങനെ സ്കിൻ കെയറും ചെയ്യാറില്ല, ഹെയർ കെയറും ചെയ്യാറില്ല. ആടിന് സംക്രാന്തിക്കൊക്കെ ഒന്ന് തലയിൽ എണ്ണയൊക്കെ വെച്ചാലായി. നാട്ടിലൊക്കെ നിൽക്കുമ്പോ അമ്മ എപ്പോഴും തലയിൽ എണ്ണയൊക്കെ വെച്ച് തരുമായിരുന്നു. കോളേജിലുള്ള എന്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം. ഇപ്പം ഈ ഷാബി നുസു അവളുമാരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഇരുന്ന് ചിരിക്കുന്നുണ്ടായിരിക്കും. കാരണം അവളുമാർക്ക് അറിയാം ഞാൻ ഇതുപോലെ റൂമിലാണെങ്കിലും കുറെ പ്രൊഡക്ട്സ് മേടിച്ചു വെക്കുന്നതല്ലാതെ ഞാൻ അതെടുത്ത് ഉപയോഗിക്കാറേ ഇല്ല. ഒന്നുകിൽ അത് എക്സ്പയർ ചെയ്യേണ്ടടുത്ത് കളയും. അപ്പൊ അവളുമാരൊക്കെ എന്നോട് ഇങ്ങനെ ചോദിക്കാറുണ്ട്, എന്തിനാണ് ഇങ്ങനെ ഈ സാധനങ്ങളൊക്കെ മേടിച്ചു വെക്കുന്നതെന്ന് ചോദിക്കും. ഇപ്പൊ ഞാൻ കുറച്ച് മൈൽഡ് ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് വാങ്ങിയിട്ടുണ്ട്. അതിന്റെ വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം. ഇന്ന് നമുക്ക് ഹെയർ കെയർ ചെയ്യാം. ഇന്നിപ്പോ ഞാൻ ഒരു എന്താ പറയുന്നത്, റോസ്മേരി എന്ന് പറഞ്ഞ ഒരു റോസ്മേരി എന്ന് പറഞ്ഞൊരു ഹേർബ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ റോസ്മേരി ഭയങ്കര ട്രെൻഡിങ് ആണ് ഇപ്പോ. എല്ലാവരും റോസ്മേരി വാട്ടർ, റോസ്മേരി ഓയില്, ഈ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഈ റോസ്മേരി വെച്ചിട്ട് നമുക്ക് കുറെ പ്രയോജനങ്ങൾ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ബട്ട് സ്റ്റിൽ അതിനെക്കുറിച്ചുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണെന്നും പറയുന്നു. വാട്ട് എവർ, നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം എന്റെ ഫ്രണ്ട് ജീവ എനിക്ക് ഈ റോസ്മേരിയും അതുപോലെ തന്നെ ഉലുവയും ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരു ടോണർ, ലൈക്ക് എ ടോണർ എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ഹെയർ ടോണർ എന്ന് വേണമെങ്കിൽ പറയാം, അത് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കുന്നത് എന്റെ വേറൊരു ഫ്രണ്ട് പറഞ്ഞതാണ്. അപ്പം ഇത് രണ്ടും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പുറമേ ഉള്ള സംഭവങ്ങൾ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ ഒരിക്കലും നിൽക്കരുത്. ഇവൻ നമ്മുടെ സ്കിൻ ആയിക്കോട്ടെ, ഹെയർ ആയിക്കോട്ടെ, ഹെൽത്തി ആയിട്ടിരിക്കാൻ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും, വൈറ്റമിൻസും ആന്റി ഓക്സിഡന്റ്സും എല്ലാം നമുക്ക് കിട്ടണം. അപ്പൊ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം. 2 സ്പൂൺ ഉലുവ 1 ഗ്ലാസ് വെള്ളത്തിൽ തലേ ദിവസം ഞാൻ കുതിർത്ത് വെച്ചതാണ് ഈ കാണുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ ഉലുവയുടെ കൂടെ കുറച്ച് റോസ്മേരി ലീവ്സ്, ഇത്രയും ഞാനൊരു 2 സ്പൂൺ റോസ്മേരി ലീവ്സ് ഉപയോഗിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പം 1 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തു. അപ്പം ടോട്ടൽ 2 ഗ്ലാസ് ആയി. അത് നമ്മൾ 1 ഗ്ലാസ് ആയിട്ട് വറ്റിച്ചെടുത്തതിന് ശേഷം ഫിൽട്ടർ ചെയ്ത് ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലാക്കി ശേഷം ബാക്കി ഉലുവയും റോസ്മേരിയും ചേർത്തിട്ട് അതിന്റെ കൂട്ടത്തിൽ ഒരു പിടി തേങ്ങയും കൂടി ഇട്ടിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് ഇത് അടിച്ചെടുക്കാൻ പോവാണ്. ഇപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു വൃത്തിയുള്ള ഒരു കോട്ടൺ തുണിയിൽ വെച്ചിട്ട് നന്നായിട്ട് ഇത് പിഴിഞ്ഞെടുത്ത്, അപ്പൊ നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഇത് കിട്ടും. അത്യാവശ്യം കുറച്ച് തോർത്തിന്റെ പോലത്തെ മെറ്റീരിയൽ ആണെങ്കിൽ നന്നായിട്ട് നമുക്കത് പിഴിഞ്ഞെടുക്കാൻ പറ്റും. ഇതെനിക്ക് നന്നായിട്ട് അങ്ങോട്ട് പിഴിഞ്ഞെടുത്തിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ നല്ല വൃത്തിയുള്ളൊരു തോർത്ത് എടുത്തിട്ട് അതിൽ പിഴിഞ്ഞെടുത്തപ്പോൾ എനിക്കിതാ ഇതുപോലെ നല്ല ഒരു ക്രീമി കൺസിസ്റ്റൻസിയിൽ നമുക്കത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് നമ്മുടെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പക്ഷെ അതിന് മുമ്പ് നമുക്ക് കുറച്ച് പ്രിപ്പറേഷൻസ് നമ്മുടെ ഹെയറിൽ ചെയ്യാനുണ്ട്, അതുപോലെ നമ്മുടെ സ്കാൽപ്പിലും ചെയ്യാനുണ്ട്. ആദ്യം നമുക്ക് ഹോട്ട് ഓയിൽ മസാജാണ്. ഞാൻ ഇതുപോലെ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി ഞാൻ എണ്ണ ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ സ്കാൽപ്പിലേക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. ഓയിൽ മസാജിങ് നന്നായിട്ട് ചെയ്ത് കൊടുക്കണം. എല്ലായിടത്തും നന്നായിട്ട് നമ്മൾ വകപ്പെടുത്തിട്ട് എല്ലായിടത്തും നന്നായിട്ട് എണ്ണ മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മളിങ്ങനെ ഇതുപോലെ തല കുനിച്ച് പിടിച്ചിട്ട് നന്നായിട്ട് ഇൻവേർഷൻ മെത്തേഡിലും നന്നായിട്ട് മസാജ് ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പം എൻ്റെ ഹെയർ കണ്ടാൽ അറിയാം, നല്ല ഡ്രൈ ആണ് ഹെയർ. 1 കുപ്പി 1 ലിറ്റർ എണ്ണ തേച്ചാൽ മാത്രം അത് ഈ ഹെയർ മൊത്തം അത് കുടിച്ചെടുക്കും. അതുപോലെ ഡ്രൈ ആണ് എൻ്റെ ഹെയർ. നന്നായിട്ട് ഞാൻ എല്ലായിടത്തും ഹെയറിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒരു ടവൽ എടുത്തിട്ട് നല്ല ചൂടുവെള്ളത്തിൽ പിഴിഞ്ഞ് ആവിയോടുകൂടി ചെറിയ ആവിയോട് കൂടി നമ്മൾ ഒന്ന് കെട്ടിവെക്കുക. അപ്പം നമ്മുടെ ഈ ഒരു ആവി നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിലും ഹെയറിലും ഒക്കെ ചെല്ലും. നന്നായിട്ട് അങ്ങനെ ഒരു സ്റ്റീമിങ് ഇതുപോലെ നന്നായിട്ട് വൃത്തിയായിട്ട് കെട്ടിവെക്കുക. അതിനുശേഷം വീണ്ടും അതിൻ്റെ ഒരു സ്റ്റീമൊക്കെ പോയി കഴിയുമ്പോൾ വീണ്ടും അതുപോലെ 2-3 വട്ടം ഇതേ സംഭവം ഫോളോ ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് നന്നായിട്ട് സ്കാൽപ്പിലും ഹെയറിലും ഒക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു 15 മിനിറ്റിന് ശേഷം മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ്. ട്രസ്റ്റ് മീ ഗൈസ്, 100% റിസൾട്ട് വരുന്ന ഒരു ഹെയർ പാക്കാണിത്. അതുപോലെ തന്നെ നമ്മുടെ ഹെയർ നല്ല ഷൈനി ആകും, നല്ല സ്മൂത്ത് ആകും. ആഴ്ചയിൽ 1 ദിവസം വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു പാക്ക് യൂസ് ചെയ്ത് നോക്കുക. അപ്പം ഞാനൊരു 2 ആഴ്ച യൂസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു റിസൾട്ട് വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പം അതുവരേക്കും മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ.